എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ നമ്മൾക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനിപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ മാങ്ങ ഉണ്ടല്ലോ, ഞാൻ കഴുകി തുടച്ച് വെച്ചതാട്ടോ, വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ഞാനത് നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളയണം. എന്നിട്ട് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമ്മളിത് നുറുക്കിയെടുക്കേണ്ടത്. കനം കുറഞ്ഞിട്ട് നമ്മൾ നുറുക്കരുത്. ഇത് ഉണക്കിയിട്ടാണല്ലോ, അപ്പോൾ അത് ഉണങ്ങുമ്പോൾ കനം കുറയും. അതുകൊണ്ടാണ് ഇത്തിരി കനത്തിൽ നുറുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം എപ്പോഴും മാങ്ങയുടെ തന്നെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ഇപ്പം ഈ മാങ്ങയുടെ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വന്നപ്പോൾ ഇതൊന്നും കിട്ടില്ലല്ലോ, മാങ്ങാക്കാലം ഇപ്പോൾ കഴിയുമല്ലോ. അപ്പം മഴക്കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോരോ മാങ്ങയുടെ വിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ നുറുക്കി വെച്ച മാങ്ങ നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് വല്ലാതെ ഇളക്കി കൊടുക്കരുത്. ഇത് എല്ലാ ഭാഗത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഉടഞ്ഞു പോകാനും പാടില്ല. ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മാങ്ങ പാകത്തിനുള്ള വേവായിട്ട് വന്നിട്ടുണ്ട്. വല്ലാതെ വേവാൻ പാടില്ല. ഇനി ഇതിന്ന് വെള്ളമൊന്നും പാടില്ല. അത് നമ്മളതുകൊണ്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല, എന്നാലുള്ള വെള്ളം പാടില്ല. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 7 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പഞ്ചസാര ലായനി ആക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കുക കേട്ടോ. ഞാനൊരു 5 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് മതിയാവും. ഇനിയിപ്പം നമ്മളതാ മാങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മാങ്ങ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വല്ലാതെ ഉടയ്ക്കാതെ, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഈ പഞ്ചസാര ലായനി ആവണം. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു പരന്ന പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാങ്ങ അധികം ഉടയ്ക്കൊന്നും ചെയ്യാതെ എടുത്തിടുക നമ്മൾ. ഇനിയിപ്പോൾ 2 പാത്രത്തിലോ എത്ര എണ്ണത്തിലോ അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു തുണി ഇട്ട് മൂടണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെങ്കിൽ പ്രാണികളൊക്കെ വന്നിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നേരിട്ടിട്ട് വെയിലടിക്കാതെ അത് ഉണങ്ങണതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു 3 ദിവസത്തെ വെയിൽ കൊള്ളിച്ചപ്പോൾ ഈ കളറിലാണ് കേട്ടോ മാങ്ങ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇത്തിരി പഞ്ചസാരപ്പൊടി അതിൻ്റെ മീതെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് നന്നായി എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ തിരുമ്മി വയ്ക്കുക. ചെറിയൊരു പുളിയും കുറച്ച് മധുരവും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റുള്ള ഡ്രൈ മാംഗോ ക്യാൻഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. നമ്മളിത് വർഷക്കാലത്തേക്ക് എടുത്തു വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്കിനിപ്പോൾ ഇതൊരു മഞ്ഞ കളറിലാണ് വേണ്ടതെങ്കിൽ ഇത് ഉണക്കാൻ വെച്ച് 2-ാം ദിവസം തന്നെ എടുത്ത് ഇതേപോലെയൊക്കെ ചെയ്താൽ മതി. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് ഉണങ്ങിയതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 3 ദിവസം ഉണക്കി. ഓരോ ദിവസവും ഉണക്കം കൂടുന്തോറുമാണ് ഇങ്ങനത്തെ കളറായിട്ട് വരിക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.